പ്രിയമുള്ളവര്, ആധാരമെഴുത്ത്, ആധാരം തയ്യാറാക്കലും ആധാര രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഞാൻ മുതിരുന്നത്. ഞാൻ ആനേർ ആർ കെ ജയൻ, തിരുവനന്തപുരം, ആധാരം എഴുത്തുകാരനാണ്. ഇക്കഴിഞ്ഞ ദിവസം 16/4/2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം, അത് ഇപ്പോൾ ആധാരങ്ങൾ തയ്യാറാക്കി വരുന്ന ഒരു ഘട്ടത്തില്, അതായത് അതിലെ പ്രതിഫല കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് സെയിൽ കൺസർവേഷൻ എന്ന് പറയുന്ന വിലയർത്ഥം നൽകുന്ന രീതി, അത് സംബന്ധിച്ചാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ അറിയുന്നതാണ്, 2017 കേന്ദ്ര ബജറ്റ് മുതൽ 3 ലക്ഷം രൂപ വരെ പണമായി നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ബജറ്റ് നിർദ്ദേശത്തിൽ. പക്ഷെ അത് പിന്നീട് പാസ്സായി വരുമ്പോൾ അത് 2 ലക്ഷം രൂപയായി മാറി. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പണമിടപാടുകളും ധനവിനിമയങ്ങളും ഈ പറഞ്ഞതുപോലെ സ്രോതസ് വെളിപ്പെടുത്താവുന്ന രീതിയിലായിരിക്കണം. ആ ഒരു നിഷ്കർഷ അതിലുണ്ടായി. ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള കർണാടകത്തിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിനെ വായിച്ച് ഞാൻ മനസ്സിലാക്കുന്നതിൽ നമ്മൾ അറിയേണ്ടുന്ന, ഇപ്പോൾ ആധാരമെഴുത്ത് സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയേണ്ടുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതിൽ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇടപാടുകൾ, അതിന്റെ ഈ പറഞ്ഞ പ്രതിഫലം കൈമാറുന്നത് ബാങ്ക് വിനിമയം, സുതാര്യമായ പണ കൈമാറ്റം അതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ട് അതിൽ 75 ലക്ഷം രൂപയുടെ ഒരു വസ്തുവിൽപ്പന കരാർ പത്രത്തിന്റെ മുൻകൂർ സംഖ്യ, ആ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിലാണ് അത് തള്ളിക്കൊണ്ട്, അതായത് 2017 വന്നിട്ടുള്ള ബജറ്റ് നിർദ്ദേശത്തിന്റെ തുടർന്ന് കള്ളപ്പണം തടയൽ, അതിന്റെ വ്യാപനം തടയൽ, അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ എക്കോണമി സർവ്വവ്യാപിയാക്കുന്ന ആ ഒരു നയത്തിന്റെ ഭാഗമായി ഈ അഡ്വാൻസ് സംഖ്യ പണമായി നൽകി എന്ന് പറഞ്ഞത് തള്ളിക്കൊണ്ടുള്ള സുപ്രധാന വിധിയാണ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു വന്നതും ഒരു സെയിൽ ഡീഡിനെ കുറിച്ച്. ചുരുക്കത്തിൽ സെയിൽ ഡീഡെന്നല്ല, സ്ഥാപന വസ്തുവുമായി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഇടപാട് നടന്നാലും അതിൽ സെയിൽ എഗ്രിമെന്റും സെയിൽ ഡീഡും അങ്ങനെ വരുന്നത് ഏത് തന്നെ ഉണ്ടായാലും അതിൽ പണ കൈമാറ്റം പരാമർശിക്കുകയാണെങ്കിൽ, അങ്ങനെ നടത്തുകയാണെങ്കിൽ അത് സുവ്യക്തമായിരിക്കണം എന്നുള്ളതാണ്. ബാങ്ക് ഇടപാട് വഴി പണം വഴിപാടില്ല. അങ്ങനെ ഒരു പക്ഷേ വരികയാണെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാര അതിർത്തിയിലെ, ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ അത് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം എന്നാണ്. അതുപോലെ സബ് രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഈ കൃത്യനിർവഹണം പാലിക്കപ്പെടാതെ പോകുകയാണെങ്കിൽ അത് പിന്നീട് വരുന്ന ഏതെങ്കിലും ഓഡിറ്റ്, ഇൻകം ടാക്സ് അധികൃതരോ അതുപോലുള്ള ബാഹ്യമായ ഏതെങ്കിലും തത്തുല്യമായ ഏജൻസികളോ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വിവരം സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട അതോറിറ്റിയെ അറിയിക്കണമെന്നും അതിൽ ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ മെനിഞ്ഞാന്നുള്ള
വിധിന്യായത്തിൽ ഓർഡറിലുള്ളത്. അപ്പൊ അത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം. അപ്പോ സ്വത്ത് കൈമാറ്റ നിയമത്തില് അതില് കൈമാറ്റം ചെയ്യുന്ന പണത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അറിയുക, വസ്തുവിൽപ്പന കരാർ പത്രമായിരുന്നാലും ഒരു വാഹനത്തിന്റെ വിലപറ്റ് പത്രം എന്നൊക്കെ പറയുന്ന തരത്തിൽ മൂവബിൾ, അത് ഇതിനകത്ത് ബാധകമാകുന്നില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന സെയിൽ എഗ്രിമെന്റ്, ഫ്ളാറ്റുകളുടെ എഗ്രിമെന്റ്, സെയിൽ ഡീഡ്, സെയിൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പ്രതിഫലം പണമായി നൽകുന്ന ഏതൊരു ആധാരത്തിലും കരണത്തിലും ഈ പറഞ്ഞ രൂപത്തിൽ വരേണ്ടതാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ കാശ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വിൽപ്പന കരാർ നടത്തുന്നവർ, അല്ല അഡ്വാൻസ് സംഖ്യ നൽകുന്നവർ അറിയേണ്ടത് 5 ലക്ഷം രൂപ പണമായി നൽകി എന്ന് പറഞ്ഞൊരു വ്യവഹാരത്തിലേക്ക് ആ സെയിൽ എഗ്രിമെന്റ് കടക്കുകയാണെങ്കിൽ പണവും കിട്ടൂല, ആധാരവും പ്രവർത്തിക്കത്തില്ല എന്നുള്ളതായിരിക്കും ഫലം. അതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതൊക്കെയാണ്. ഏത് ഈ സെയിൽ എഗ്രിമെന്റ്, സെയിൽ ഡീഡ് രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള സെയിൽ എഗ്രിമെന്റും രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പരാമർശം കാണാതെ പോകുന്നില്ല. പക്ഷേ അത് എത്രത്തോളം ബാങ്കുകളൊന്നും നമുക്ക് അവിടെ നിർബന്ധം പറയുന്നില്ലല്ലോ, അത് നമുക്ക് വിടാം. പക്ഷെ ഗൌരവമായിട്ടും നമ്മൾ ഈ പണ കൈമാറ്റത്തെ ആ രീതിയിൽ തന്നെ കാണണം. ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളതൊന്ന്, ഈ ആദായനികുതി വകുപ്പിന്റെ ഈ ഒരു ഇത് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആധാരം തയ്യാറാക്കുന്ന വേളയിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഓരോ ഇടപാടിനും ഇപ്പോൾ 1% TDS. ഇപ്പോ ഈ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് നടപ്പ് വർഷം 2025-26 ആണെങ്കിൽ അസസ്മെന്റ് 26-27 മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. എന്തു തന്നെയായിരുന്നാലും ഞാൻ പറയുന്നത്, നിശ്ചിത നിരക്ക് ഏത് നിരക്കിലാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോ സാധാരണ ഒരു ഇന്ത്യൻ പൗരന് ഇപ്പൊ കേരളത്തിന് ഒരു നിരക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞ 1% നമ്മൾ കാണുന്നത്. വിദേശ ഇന്ത്യക്കാർ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വിദേശത്ത് താമസമായിട്ട് 182 ദിവസത്തിൽ കൂടുതൽ താമസമാക്കുന്ന ആളുകൾക്കുള്ള ചില നികുതി നിരക്കുകളുണ്ട്, ആദായ നികുതി നിരക്കുകളുണ്ട്. അതുപോലെ അതിന്റെ തുക മാറുമ്പോഴുള്ള നിരക്കുണ്ട്, അതിന്റെ സെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാം കൂടെ കൂട്ടി വരുന്ന തുക, ഇത് ഞാനിവിടെ പരാമർശിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ഏകോപനമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. കാരണം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. 1 കോടി രൂപയുടെ ഒരു വിലയാധാരം, അതിന് ന്യായമായും നിയമപരമായും 1 ലക്ഷം രൂപ TDS എന്ന് നമ്മൾ പറയും. അപ്പൊ ആ 1 ലക്ഷം രൂപ സെല്ലറിൽ നിന്നും, സെല്ലറാണല്ലോ കൊടുക്കേണ്ടത്, വിൽപ്പനക്കാരിൽ നിന്നും അല്ലെങ്കിൽ വാങ്ങുന്നയാൾ വിൽപ്പനക്കാരിൽ നിന്നും ആ തുക പിടിച്ചടച്ചുകൊണ്ട് ബാക്കി തുക കൺസിഡറേഷൻ നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ 1 ലക്ഷം രൂപ, ഈ പറഞ്ഞ ഉദാഹരണമാണ്, 1 ലക്ഷം രൂപയ്ക്ക് ആ രൂപ ഒടുക്ക് വരുത്തി എന്നുള്ളതിന് ഒരു എന്താണ്, ഒരു കോർപ്പറേഷൻ, അല്ലെ ഒരു ലിങ്കിങ്, അതായത് ഒരു സംയോജിത രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രൂപം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതായത് ഒരാൾ വിൽക്കുന്നു, വിൽക്കുന്നയാളിൽ നിന്നും വാങ്ങുന്നയാൾ ആ 1 ലക്ഷം രൂപ പിടിച്ചു. ഇത് 1 ലക്ഷം രൂപ ആണോ പിടിച്ചത്? ശരിക്കും 1 ലക്ഷം രൂപയാണ്. അപ്പൊ അതറിയണമെങ്കിൽ അത് ഒടുക്കിയ ചെല്ലാൻ പരിശോധിക്കേണ്ടതായിരുന്നു. എത്രത്തോളം പരിശോധന അതിൽ വരുന്നു എന്നുള്ളതാണ്. 2, ഈ നിരക്കാണോ അതിൽ വേണ്ടത്?
ഇപ്പൊ പവർ ഓഫ് അറ്റോർണി വരുന്ന ചില വിഷയങ്ങളിൽ ഇപ്പോ സാധാരണഗതിയിൽ വിദേശത്ത് നിൽക്കുന്ന ആളല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ടില്ലാത്ത അല്ലെങ്കിൽ വിദേശ പാസ്പോർട്ടിൽ കഴിയുന്ന ആളുകൾ, NRI സ്റ്റാറ്റസ് നിൽക്കുന്ന ആളുകൾ, അവർ നൽകേണ്ട തുക നിരക്ക് എത്രയാണ്, ആ നിരക്കനുസരിച്ചുള്ള ഒടുക്ക് വരുത്തിയിട്ടുണ്ടോ, അത് വരുത്തിയിട്ടില്ലെങ്കിൽ ഡിക്ലറേഷൻ അതിനെന്തെങ്കിലും, അതായത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് സാവകാശം നൽകാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച സത്യപ്രസ്താവന. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒടുക്കുന്ന തുക ഇവിടെ രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാർക്ക് ഞാൻ ഇത് പറയാൻ കാരണം നേരത്തെ പറഞ്ഞതാണ്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന കാര്യങ്ങൾക്ക് ആ ട്രാൻസ്പെറൻസി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സബ് രജിസ്ട്രാർക്കെതിരെ അല്ലെങ്കിൽ രജിസ്ട്രിംഗ് ഓഫീസർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആദായ നികുതി ഈടാക്കിയിട്ടുണ്ട് എന്നുള്ള മതിയായ വ്യക്തമായ തെളിവ് രേഖ അതും വരേണ്ടതല്ലേ? അതിന്റെ നികുതി നിരക്ക് ശരിയാണോ, ശരിയായ രീതിയിൽ നികുതി ഒടുക്കിയിട്ടുണ്ടോ, ഒടുക്കിയില്ലെങ്കിൽ എങ്ങനെ, എപ്പോൾ ഒടുക്കും, തവണകൾ അനുവദിച്ചിട്ടുണ്ടോ, പിന്നീട് ഒടുക്കുമോ, അതിന്റെ മറ്റു നിയമ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും.